കേട്ടില്ല എന്ന് വെച്ചാൽ മതി. പക്ഷേ ഒരാളാണെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്, ഒന്നല്ല രണ്ട് മൂന്നാല് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് അയച്ചതാവും. അപ്പൊ നമ്മൾ അവരെ പേരൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താണ് ജിഹാദികളുടെ ഫുഡ് കഴിക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാള്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ ഹറാമായ ഭക്ഷണമാണ്, ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആചാരമില്ല. പിന്നെന്താണ് നിനക്ക് നാണമില്ലേ, ഇത് തുപ്പിയിട്ടുള്ള ഫുഡാണ്, തുപ്പൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡാണ്, പിന്നെ അതുകൊണ്ടാണ് അതിന് രുചി കൂടുതൽ. പിന്നിപ്പോ എന്താണ് ഇങ്ങനെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ജനിച്ച നാടൊന്നുമല്ല. അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്ത സ്ഥലം, ശരിക്കും സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ പിന്നെ അമരമ്പലം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന, അതായത് നിലമ്പൂർ താലൂക്കിലെയും അമരമ്പലം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു പൊട്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ കുഞ്ഞ് മലയോര ഗ്രാമപ്രദേശമാണത്. അവിടെ ആ നാട്ടിൽ ഞാൻ വന്നത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടില്ല അറിയിച്ചിട്ട് 2 വയസ്സുള്ളപ്പോഴാണെന്നാണ് തോന്നുന്നത്. എന്റെ ബർത്ത് പ്ലേസ് ഒന്നല്ല, ഞാൻ ജനിച്ച സ്ഥലമൊന്നുമല്ല, പക്ഷെ കൂടിയാണത്. അപ്പൊ അത്രയും ആ ഒരു പഴക്കമുണ്ട് ഈ ഫുഡ് കഴിക്കാനും, അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആളുകളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടും അത്രയും തന്നെ പഴക്കമുണ്ട്. ഇതിന്റെ ഞാൻ പറഞ്ഞു കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയൊന്നുമില്ല പറയാന്. പക്ഷേ ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പോ തന്നെ, അല്ലെങ്കിൽ ഒരു 1-ാം ക്ലാസ് എന്ന് പറയാം, 2-ാം ക്ലാസ് മുതൽ എന്ന് പറയാം, ആ ഒരു സമയത്ത് തന്നെ ഈ പള്ളിയിലേക്ക് വരി വെക്കും എല്ലാവരും. അതായത് അവിടെ ഹിന്ദുസിന് വേറെ വരി അല്ലെങ്കിൽ മുസ്ലിംസിന് വേറെ വരി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വരി നിൽക്കുക, അതിൽ ഹിന്ദുസും മുസ്ലിംസും എല്ലാം ഉണ്ട്. ആ വരിയിൽ പാത്രം പിടിച്ച് നിന്ന് പോയി ചൂടുള്ള ഫുഡ് വാങ്ങി, അതായത് ആ ഒരു ചോറും കറി വേറെ, കറിക്ക് അന്ന് നമ്മൾ തൂക്കാത്രം എന്നാണ് പറയുന്നത്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. വേറെ പാത്രം പറയുമെന്ന് എനിക്കറിയില്ല, തൂക്കാത്രം എന്ന് പറയും. അതിൽ കറി അങ്ങനെ പിടിക്കാനുള്ള വള്ളി ഉണ്ടാവില്ല, അപ്പൊ അത് നമുക്ക് പിടിക്കാം. അതിൽ കൊണ്ടുവന്ന് അതിന്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ദൈവം, എനിക്ക് തോന്നില്ല വേറൊരു ഫുഡും എത്ര എത്ര നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോഴത്തെ പല ഐറ്റംസ് വെച്ച് ഉണ്ടാക്കിയാലും ആ ഒരു മണമൊന്നും കിട്ടുമെന്ന് തോന്നില്ല. ഒരു പ്രത്യേക മണമാണ് ആ ഒരു ഫുഡിന്. ആ ഒരു കറി, അതില് ബീഫ് വെച്ചിട്ടുള്ള കറി തന്നെയാവും, കപ്പ ഇട്ടിട്ടുണ്ടാവും, കുമ്പളങ്ങ ഇട്ടിട്ടുണ്ടാവും, പിന്നെ നേന്ത്രക്കായ ഇട്ടിട്ടുണ്ടാവും, ചേന ഇട്ടിട്ടുണ്ടാവും. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു കറിയാണത്. അതിന്റെ ഒരു ടേസ്റ്റ് ഇപ്പൊ ആരൊക്കെ താഴെ നമുക്ക് പിന്നെ വീഡിയോസിന് താഴെ പറഞ്ഞു ഉപ്പല് കൊണ്ടിട്ടുള്ള ഒരു ഫുഡിന്റെ ടേസ്റ്റ് ആണ് അത് എന്നുള്ളത്. വിളിക്കാൻ വരാം കേട്ടോ, അതിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞുതരാം. അപ്പൊ ഇതൊക്കെ നമ്മൾ വാങ്ങി ചൂടോടെ ആ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഇതൊക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു ടേസ്റ്റ് ഇന്നും എന്റെ നാവിലുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ ആ ഫുഡ് കിട്ടുകയാണെങ്കിൽ പോയി വാങ്ങുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും.